ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റെഡ് ലേഡി പപ്പായ എങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ്. പപ്പായ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുവട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 10 ഇഞ്ചെങ്കിലും മുകളിലോട്ട് വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അതിനായി നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. കണ്ടോളൂ. ഇങ്ങനെ നമ്മൾ വിരൽ ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ ഇവിടെ ഒരു അളവെടുക്കുക. എന്നിട്ട് ഇത്രയും ഭാഗം കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നും ചുവട്ടിൽ നിന്നും നമ്മൾ ഈ പൊക്കം അവിടെ വിരൽ കൊണ്ടൊരു കോറൽ കോറുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ കൈ മടക്കിൻ്റെ വണ്ണം ഇത്രയും പൊക്കം, അതായത് ഇവിടെ അവിടെ ഒരു വര വരയ്ക്കുക. ഈ ഭാഗത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെടിയുടെ ഇലകളെല്ലാം ഞറുക്കിയിരിക്കണം. ഈ ഇല നിന്നാലെന്ന് പറഞ്ഞാൽ ഈ ഇല വളർത്താൻ വേണ്ടിയിട്ട് ഈ ചെടി ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. അവസാനത്തെ ചെടിയുടെ ഇലയുടെ പകുതി ഭാഗം ഇങ്ങനെ മാത്രം കട്ട് ചെയ്യുക. ഇത് തണ്ട് വളരെ നൈസായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചെടിയുടെ ഇലകൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യാവൂ. കൂടുതലും ഇലകൾ നമ്മൾ നിർത്തരുത്. പിന്നെ രണ്ടാമത്, ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ദിവസത്തിന് മുമ്പേ ശകലം, അതായത് ഒരു 2 ഗ്രാം യൂറിയ നമ്മൾ ഒത്തിരി വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്രാം യൂറിയ ഒരു പിടി ചാണകം എടുത്ത് അതിലേക്ക്, അതായത് ഉണക്ക ചാണകമോ കോഴിവളമോ എടുത്തിട്ട് അതിലേക്കൊന്ന് ഞവിടുക. അതിലിട്ടൊന്ന് എല്ലായിടത്തും അതൊന്ന് പുരട്ടിയെടുത്ത് അത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാവൂ. കാരണം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുന്നത്. അപ്പോൾ ഈ ചെടി നല്ല സ്മൂത്തായിട്ട് നല്ല പവറിൽ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് അടുത്ത തല വെച്ച് കൊടുക്കാൻ. അത് ഞാൻ സാധാരണ ചെയ്യുന്നത് നല്ല റെഡ് ബെല്ലിയുടെ നല്ല പപ്പായ, കാച്ചു നിൽക്കുന്ന പപ്പായ ഇതുപോലത്തെ സൈസ് തണ്ടുകൾ കിട്ടാൻ പാടാണ്. അപ്പോൾ അത് കിട്ടിയാൽ അതെടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന്. എന്നാലും ഇത് നല്ലതുപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു പപ്പായര ഇപ്പോൾ പൂവൊന്ന് നിൽക്കുന്നത് ഞാൻ കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ എത്ര ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടികളെ നമ്മൾ അത്ര കെയറോടുകൂടി അത്ര സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാണ്ടം അത് തോനെ നീളത്തിൽ സയോൺ ഉണ്ടാവരുത്. സയോണിന് ഇത്ര നീളമേ ഉണ്ടാവാവൂ. നമുക്ക് എല്ലാ ചെടികൾക്കും ഗ്രാഫ്റ്റ് ചെയ്യും പോലെ തന്നെ ഇതും ഗ്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആകൃതിയിലൊരു അതായത് ആപ്പ് മോഡലിൽ നമ്മൾ ചെത്തിയെടുക്കണം. ഉളിയുടെ ഷേപ്പിൽ നമ്മൾ വളരെ മൃദുവായിട്ട് അറ്റുപോകാതെ നല്ല ഫിനിഷായിട്ട് തന്നെ ഇതുപോലെ കെട്ടണം. ചെത്തിയെടുത്തതിന് ശേഷം നമ്മളെ സയോൺ മാറ്റി വെച്ചിട്ട് നമ്മളെ റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു മുറിവുണ്ടാക്കണം. അതുപോലെ തന്നെ ഈ സയോൺ ഒരു കാരണവശാലും തറയിൽ പറ്റിയിരിക്കരുത്. കാരണം തറയിൽ പറ്റി അതിലേക്ക് അഴുക്ക് പറ്റാനുള്ള ഇട കൊടുക്കരുത്. നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ചെത്തിയ ഭാഗങ്ങളിൽ കൈ കൊണ്ട് തൊടാനോ അവിടേക്ക് കൈ പോകാനോ പാടില്ല. അപ്പോൾ നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരു മുറിവുണ്ടാക്കി കൊടുക്കണം. ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ചേർത്തൊട്ടിക്കണം. കണ്ടോ, ഇതുപോലെ തന്നെ ജോയിൻറ്റ് കറക്റ്റ് ആവണം. ഒരു പക്ഷേ നമ്മളെടുക്കുന്ന പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അളവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ ജോയിൻറ്റ് വെച്ച് കൊടുക്കാൻ നോക്കണം. ഒരു സൈഡ്, മറു സൈഡ് നമുക്ക് ജോയിൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ 2 സൈഡും നമുക്ക് കറക്റ്റാണ്. അത് മറു സൈഡും ഞാൻ കാണിച്ചു തരാം.
ആണ്ട മറു സൈഡും കണ്ടോ, മറു സൈഡും ജോയിൻറ്റ് കറക്റ്റാണ്. ഇനി അഥവാ ഈ സൈഡ് നമുക്ക് ജോയിൻറ്റ് ക്ലിയറായി കിട്ടിയില്ല, ഒരു സൈഡേ നമുക്ക് കിട്ടുന്നുവെങ്കിൽ, അതായത് നമ്മൾ കട്ട് ചെയ്ത പപ്പായയുടെ തണ്ടുകൾ, അതായത് സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അയ്യോ അന്നും പറഞ്ഞുകൊണ്ട് അത് കളയാൻ നോക്കണ്ട, അത് കൊള്ളൂല്ല എന്നും പറഞ്ഞുകൊണ്ട് കളയാൻ നോക്കണ്ട. അത് ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ നമ്മൾ ഫിനിഷായിരിക്കണം. ഒരു സൈഡ് കറക്റ്റ് പട്ടകൾ തമ്മിൽ ചേരുകയും വി ഷേപ്പിൽ ഒന്നിക്കുന്ന പരുവത്തിൽ തന്നെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ജോയിൻറ്റ് നിങ്ങൾ ക്ലിയർ ആക്കണം. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴൊന്നും ഇതുപോലെയൊന്നും ജോയിൻറ്റ് കറക്റ്റ് ആവില്ല. കുറച്ച് ദിവസം നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒരു ദിവസം ഒരു 2 എണ്ണമൊക്കെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഓരോ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കയറിട്ട് നല്ലതുപോലെ കെട്ടാം. ഈ കാണുന്നത് പോലെ തന്നെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടണം. എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് കെട്ടുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ടൈറ്റായിട്ട് നമ്മൾ മുകൾ ഭാഗം കെട്ടണം. കാരണം മുകൾ ഭാഗത്തൂടെ വെള്ളം ഇറങ്ങി ഒരു കാരണവശാലും നമ്മളെ ചെടി നശിച്ചു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകൾ ഭാഗം ടൈറ്റ് ചെയ്ത് കെട്ടണമെന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഇലകൾ ഇത്ര ആവശ്യമേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലുള്ള ഇലകൾ ഇതുപോലെ കുറച്ച് മാത്രം നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് ജനിച്ച് വരുന്ന ഇലകളാണ്, അല്ലാതെ ഈ ഇലകളുടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ പൊടിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമ്മൾ സയോണൊക്കെ കെട്ടി എല്ലാം ടൈറ്റ് ചെയ്ത് ഇറുക്കി കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ കവർ, ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് നമ്മൾ ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്കിട്ട് നമ്മൾ സയോണും റൂട്ട് സ്റ്റോക്കും കൂടെ ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുന്നതിന് 1 ഇഞ്ച് താഴ്ത്തി ഒരു വലിയ കവറിട്ട് വേണം നമ്മളിതുപോലെ പൊതിഞ്ഞ് കെട്ടിയങ്ങ് വെച്ചേക്കാം. ഇതുപോലെ ഒരു 10-12 ദിവസം വെച്ചേക്കുമ്പോൾ നമ്മളെ ചെടികളിലേക്ക് ഇല വരുന്നത് കാണാം. അതിനായി നമ്മൾ ഇതുപോലെ കാണാൻ പറ്റുന്ന കവറായിരിക്കണം വെക്കേണ്ടത്, എങ്കിൽ മാത്രമേ നമുക്ക് ഇല വന്നു എന്നറിയത്തുള്ളൂ. ഇത് നമ്മൾ അഴിക്കുന്ന ഒരു 10-15 ദിവസം 12 ദിവസമെങ്കിലും കഴിയാതെ നമ്മൾ ഈ കവർ അഴിച്ച് കളയരുത്. കാരണം ഇതിനകത്തുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി മുഖേനയാണ് ഈ ചെടിക്ക് പൊടിക്കാനുള്ള ഒരു സാന്ദ്രത കിട്ടുന്നത്. അതായത് ഒരു തണുത്ത പ്രതീതി, പുറത്ത് നിന്ന് അതിലേക്കൊരു ഫംഗസും കയറാതെ എയർ ടൈറ്റായിട്ടാണ് നമ്മളിത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു 10 മൂടൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരെണ്ണമൊക്കെ വിജയിക്കും. അങ്ങനെ നമുക്ക് ഒരു 90% വിജയിച്ചെടുക്കാൻ പറ്റും. ഒരു മനുഷ്യർക്കും ഗ്രാഫ്റ്റിങ്ങിലൂടെ 100% ആർക്കും പറയാൻ പറ്റില്ല. എത്ര വലിയ ഗ്രാഫ്റ്ററായാലും ശരി, അയാൾ ഒരു 80-90% തന്നെയാണ് ഗ്രാഫ്റ്റിംഗ് ഉള്ളത്. നമ്മൾ ചെയ്താലും സക്സസ് ആവാതെ ആവുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു തൈ റെഡ് ബെല്ലി പപ്പായ നമുക്ക് കാണാം. ഇതാണ് ആ പപ്പായ. അപ്പോൾ ഇത് ഞാൻ വളരെ കുഞ്ഞിലേ ഇതുപോലെ പൊടിപ്പിച്ചെടുത്തതാണ്. കണ്ടോ, ഇതിൻ്റെ തണ്ടുകളൊന്നും ഒടിയാതെ നമ്മൾ അത്ര സൂക്ഷിച്ച് വളർത്തിയെടുക്കുന്നതാണ്. ദാണ്ട ഇതിലേക്ക് പൂവെന്നത് കണ്ടോ, കുഞ്ഞിലേ പൂക്കും. അത് ഒരുപാട് പൊക്കം നമുക്ക് വളർന്ന് കയറിപ്പോവില്ല, കുഞ്ഞിലേ പൂത്ത് വരും. അതുപോലെ തന്നെ ഗൺ പോലെ കുതിച്ചുയർന്നും വരും. ഒരു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വരും. കണ്ടോ പൂക്കൾ വരുന്ന കണ്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത കായാണ്. ഇത് ഒരുപാട് നാളായതൊന്നുമല്ല, വളരെ കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. ഏതാണ്ട് 1 മാസമോ ഇത്രയും കണ്ടേ ആവും. 1 മാസത്തിനകം വെച്ചുള്ള വളർച്ചയാണിതായത്. അപ്പോൾ നമ്മൾ ചുവട്ടിലേക്ക് അതുപോലെ തന്നെ വളങ്ങളും ഇട്ട് കൊടുക്കുന്നത്. അത്ര നല്ല വളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ചാണകപ്പൊടി, ആട്ടും കാഷ്ടം, കോഴിക്കാഷ്ടം എന്ന് വേണ്ട എല്ലാ വളങ്ങളും ജൈവ സ്ലറിയും ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊടിച്ച് നല്ല കായായി പൂവായി വരുന്നത്. ഇത് കൂട്ടുകാരൊക്കെ പറഞ്ഞു തരാൻ മാത്രമേ പറ്റൂ, ചെയ്യുന്നത് നിങ്ങളാണ്. നിരന്തരമായിട്ടുള്ള നമ്മളുടെ ശ്രമം മുഖേന മാത്രമേ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതും നല്ലതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. കൈകൾ വൃത്തിയായിരിക്കണം, നല്ല അതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഓരോ
മരവും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സക്സസ് ആകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.